സമയം കളയുന്നില്ല. ഈ ചടങ്ങ് കഴിഞ്ഞ 15 മിനിറ്റ് ക്ഷമിച്ചല്ലേ? നന്ദിയുണ്ട്. അല്ല പക്ഷേ കുഴപ്പമൊന്നുമില്ല. മാഷ സ്റ്റേഷനിൽ വന്നൊരു ജാമ്യം എടുത്താൽ മതി, അത്രേ ഉള്ളൂ. എന്റെ ജീവിതത്തിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടില്ല. ഇവൻ കാരണം ഇന്നെന്റെ വീട്ടിൽ പോലീസ് വന്നു. അത് പോലീസാണ്. ഞാൻ വലിയ ജാമ്യത്തിലല്ലേ കൊണ്ടുപോ. നിയമത്തിന് പഠിക്കാൻ നടക്കട്ടെ. ഇവരെ ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥിയാണ്. ഇവ അനുഗ്രഹം മേടിക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല. ഇവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാ. ഇവന്റെ കഴിവുകൊണ്ടാണ് ഒരു 15 മിനിറ്റ് അവൻ ക്ഷമിക്കുന്നത്. കൊണ്ടുപോകോ എന്തായാലും അവിടെ വേണ്ട. ഞാൻ സ്റ്റേഷനിൽ പോകണം. ഞാൻ ജയിലിൽ പോകട്ടെ. ഞാൻ അവിടെ കിടന്നോളാം. പക്ഷേ അച്ഛനൊരു കാര്യം മനസ്സിലാക്കണം. എനിക്കിപ്പോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും കാരണക്കാരൻ അച്ഛനാണ്. ഞാനൊന്ന് പഠിക്കണമെന്ന് തീരുമാനിച്ച അച്ഛൻ, ഞാൻ എവിടെയൊക്കെ പോകണമെന്ന് തീരുമാനിച്ച അച്ഛൻ, ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് തീരുമാനിച്ച അച്ഛൻ. എന്റെ ഇഷ്ടം എപ്പോഴും എന്റെ അച്ഛനോട് ചോദിച്ചിട്ടുണ്ടോ? എപ്പോഴും ആരും ചോദിച്ചില്ല. അച്ഛന്റെ ഇഷ്ടത്തിന് എന്നെ ഇത്ര കാലം വളർന്നു. എന്നിട്ട് ഞാൻ എന്തെങ്കിലും ആഗ്രഹം ചോദിക്കോ എതിർത്തെന്തെങ്കിലും പറയുകയോ എവിടെ ഇത്രയും വളർന്നിട്ട് ഈ ചൂടെടുത്തിട്ട് അടിക്കും. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു സൈക്കിൾ ചോദിച്ചു. അച്ഛൻ ഈ മേടിച്ചിട്ടില്ല. കോളേജിൽ എന്റെ കൂട്ടുകാരുടെ ബൈക്കിൽ വന്നപ്പോൾ ഞാനൊരു ബൈക്ക് ചോദിച്ചു. എനിക്ക് അത് മേടിച്ചിട്ടില്ല. എല്ലാത്തിനും കാരണം അച്ഛനുണ്ട്. നീ കാര്യത്തെ സംസാരിക്കുന്നത് അച്ഛനാണോ? പണ്ടുള്ളവർ പറഞ്ഞു പണ്ട് ഒന്നിനുള്ളത് തല്ലി വളർത്തണമെന്ന്. ഞങ്ങളൊക്കെ തല്ലി തന്നെയാണ് അച്ഛനമ്മയെ വളർത്തിയത്. പക്ഷെ ഞങ്ങൾക്ക് അവരുടെ ദേശീയ വൈരാഗ്യമില്ലായിരുന്നു. അച്ഛനും അമ്മയ്ക്കും കൊട്ടേഷൻ കൊടുക്കുന്ന പുതിയ തലമുറ വന്നിരിക്കുന്നത് മോനെ. നീ വന്നേ. നീ എന്നോട് പറഞ്ഞില്ലേ നിനക്ക് ഞാൻ ബൈക്കിൽ മേടിച്ച് തന്നില്ലെന്ന്? ബൈക്കിൽ മേടിച്ച് തരാത്ത നിന്നോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല, സ്നേഹം ഉള്ളത് കൊണ്ടാണ്. നീ എന്നും പത്രത്തിൽ വായിക്കുന്നതല്ലേ ബൈക്ക് ആക്സിഡന്റ്. കൂടുതൽ നിന്നെ പോലെ യൂത്തന്മാരാ. വയസ്സാം കാലത്ത് അച്ഛനും അമ്മയ്ക്കും ഒരു തുള്ളി വെള്ളം കൊടുക്കേണ്ട ഈ ചെറുപ്പക്കാരെ ബൈക്ക് എടുത്തൊന്ന് ചീറി പായും. എന്നിട്ട് ഏതിന്റെ ജംഗ്ഷനിൽ പോയി ചീവ് കൊടുക്കും. അങ്ങനൊന്നും നമ്മുടെ കുടുംബത്തിൽ ഒട്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നിനക്ക് ഞാൻ ബൈക്കിൽ മേടിച്ച് തരാത്തത്. ഈ അച്ഛനും അമ്മയ്ക്കും ആളായിട്ട് നീ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് വേണോളാ. അച്ഛനമ്മയുടെ സ്നേഹമൊക്കെ ഉണ്ട്. ഇതിന്റെ പ്രശ്നമെന്നറിയാം. നമ്മൾ കൂട്ടുകാരോട് കൂട്ട് കൂടുന്നു, നല്ലൊന്നൊരു കൂട്ട് കൂടുന്നു. അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു വയ്യാവേലിയുടെ തലയിൽ വന്നിരിക്കും. മാഷെ എന്നോട് കൊണ്ടുപോകും. മാഷ് സ്റ്റേഷനിൽ വന്ന് ഒരു ജാമ്യം എടുക്കും. അപ്പോൾ തീരുന്ന വിഷയമുള്ളതല്ല കേട്ടോ. അടിക്കുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞ അച്ഛയുടെ കാര്യങ്ങൾ ഒരു കാര്യം ചെയ്യാം. ആദ്യം ഇവന്റെ കേസ് അടക്കും, അതിനുശേഷം ഈ കേസ് പരിഗണനയിൽ വെക്കാം. പോലെ